2018 എടുക്കുന്ന സമയത്ത് അതിനകത്ത് ഈ പറഞ്ഞ പോലെ എന്തായിരിക്കും അതിന്റെ ഔട്ട് വരിക എന്നുള്ളതിന്റെ ഒരു റിസ്ക് ഉണ്ടായിരുന്നു. ഇപ്പം മാളികപ്പുറത്തിന്റെ സമയത്ത് അത് ഒരു പ്രൊപ്പഗാൻഡ സിനിമയായിട്ടായിരിക്കോ വരിക എന്നുള്ള ഒരു റിസ്ക് അവിടെയുണ്ട്. പക്ഷെ ആ 2 സിനിമകളും വിജയിച്ചിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഒരു വിഷൻ ഉണ്ട്. ഇപ്പൊ രേഖാചിത്രത്തിലേക്ക് വരുമ്പോ എന്തായിരിക്കും സാറിന്റെ ഒരു വിഷൻ? ഇത് ഏത് വിധത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ എങ്ങനെ ഇത് ഏത് ഓഡിയൻസിലേക്ക് ഇത് എത്തുന്ന വിചാരിക്കുന്നത്? രേഖാചിത്രം എനിക്ക് തോന്നണത് അതായത് ഈ ഇൻവെസ്റ്റിഗേഷൻ അല്ലെന്നുണ്ടെങ്കിൽ കുറേ ഒരു ഈ പറയണ ഒരു മിസ്റ്ററി പോലെ ഇരിക്കുന്ന സാധനത്തിനൊക്കെ മലയാളത്തിൽ നിന്നല്ല എല്ലായിടത്തും ഒരു ഡിമാൻഡ് ഉള്ളതാണ്. അത് നമ്മളെത്ര ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 100 സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് നാളെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ടുള്ള ഒരു ജേർണി 2 മണിക്കൂർ മാത്രം നമ്മൾ ഇരുന്ന മതിയല്ല അതിൻ്റെ ഇത് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ എപ്പോഴും ഒരു സാധ്യത ഉള്ളൊരു ഇതാണ്. അപ്പോൾ ആ സാധ്യത തന്നെയാണ് നമ്മളിവിടെയും പരീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റേതിൻ്റെ പോലത്തെ ഇപ്പോൾ 2008 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേക്കിംഗ് എവിടെയെങ്കിലും ഒന്ന് പാളിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമ നേരെ ഡോക്യുമെൻ്ററിയിലോട്ട് പോകും. എനിക്ക് 100% ഉറപ്പായിരുന്നു. അപ്പം ഞാൻ ജൂഡ് വന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് ഇപ്പം ഈ രേഖാചിത്രം ഞാൻ പറഞ്ഞ ഒറ്റയിരിപ്പിൽ സമ്മതിച്ചെങ്കിൽ 2018 എനിക്ക് തോന്നുന്നു മാസങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷമാണ് മാസങ്ങളെടുത്ത്. അതായത് അവസാനം ഞാൻ ടെക്നീഷ്യന്മാരായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഓരോരുത്തരോട് ചോദിച്ചു ഈ സ്ക്രിപ്റ്റ് ഇതിൽ പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകണം, ഈ വെള്ളപ്പവ് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അവർ അതിൻ്റെ പ്ലാനുകളായിട്ടാണ് വന്നത്. ഞാൻ അതിൽ കൺവിൻസിങ് ആയി കഴിഞ്ഞിട്ട് ജൂഡിൻ്റെ അടുത്ത് പറഞ്ഞ ഒറ്റ കാര്യമാണ്, ജൂഡ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോളിവുഡ് സിനിമയാണെന്ന് തന്നെ തോന്നണം വെള്ളപ്പൊക്കം. അല്ലാതെ നമ്മൾ ഏതെങ്കിലും നമ്മുടെ നാട്ടിലേതെങ്കിലും നാട്ടുപ്രദേശത്ത് വെള്ളം കയറി വീട് മുങ്ങിയാക്കണ ഒരു ഇത് വരരുതെന്ന് പറഞ്ഞപ്പോൾ ജൂഡ അതിനൊരു ഗ്യാരണ്ടി പറഞ്ഞ് എനിക്കതിൽ വിശ്വാസം വന്നു. പിന്നെ അങ്ങനെ പോയൊരു സിനിമയാണ് ഈ മാളികപ്പുറം എന്ന് പറഞ്ഞാൽ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയായിരുന്നു ഇതൊരു ഭക്തിപ്പടം അത് ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രൊപ്പഗണ്ട മറ്റേന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അത് സൈഡിൽ കൂടി വന്നെങ്കിലും അത് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കയറിപ്പോയി. പക്ഷേ ഈ രേഖാചിത്രം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ല, അങ്ങനത്തെ യാതൊരു വിവാദങ്ങളോ അല്ലെങ്കിൽ വേറെ ഒരൊന്നും ഇല്ലാതെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനത്തെ ഒരു ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ പോലും ഒരു വ്യത്യസ്തമായ നമ്മൾ കാണാത്ത ഒരു നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്മൂത്തായിട്ട് പോകുന്ന തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പൊ അന്ന് മാമാങ്കം ഇറങ്ങിയ സമയത്ത് ശ്രീ മമ്മൂട്ടിയായിട്ടൊരു സിനിമ ഉടനെ ഉണ്ടാവും എന്നൊക്കെ അന്ന് വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നെ അത് മാറി മാറി പോയതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെയും വ്യത്യസ്തമാണ്. മലയാള സിനിമയെ അടുത്ത ലെവലുകളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ നടൻ എന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തെ ഉടച്ചു വാർത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡ് ഇറയിൽ. കാവ്യ ഫിലിംസിന്റെ ഒരു മമ്മൂക്ക സിനിമ അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? മമ്മൂക്കായിട്ട് ഇടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ട്. ഞാനാണെങ്കിൽ ഒരു നല്ല ഒരു സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് മമ്മൂക്കക്ക് പറ്റണം, വ്യത്യസ്തമായ സിനിമ ആയിരിക്കണമല്ലോ. ഈ സാധാരണ ഒരു സിനിമയിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസമുള്ള സിനിമകൾ മാത്രമാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വലിയൊരു ടെൻഷനുള്ള ഏരിയയാണ്. പ്രത്യേകിച്ച് ഈ പ്രീ ബിസിനസ് എല്ലാം നിന്ന് പോയല്ലോ, ഈ OTT സാറ്റലൈറ്റ് ഒന്നുമില്ല. അപ്പം നമ്മളൊരു ആദ്യം മുടക്കാന്ന് പറഞ്ഞാൽ ഫുൾ തിയേറ്ററിലായിരുന്നു റിസ്ക്. ഇപ്പോൾ ഒരു 6 മാസം മുന്നേ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു 20 കോടിയുടെ ഇപ്പം ഈ പറയണ മാളികപ്പുറം അല്ലെന്നുണ്ടെങ്കിൽ 2018 വന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ റിസ്ക് ഒന്നുമില്ല. നമ്മൾ തിയേറ്ററിലോട്ട് പോകുമ്പോഴേക്കും ഓൾറെഡി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എല്ലാം നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ടാവും. OTT സാറ്റലൈറ്റ് ഓവർസീസ് മ്യൂസിക് എല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ ഈവൻ ഔട്ട്സൈഡ് കേരള പോലും നമുക്ക് അഡ്വാൻസ് ഇട്ട് വരും. ഇപ്പോൾ അതൊന്നുമില്ല. അതായത് 20 കോടിയാണ്, 20 കോടി ജനങ്ങൾ കണ്ട് ഇതായിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഉള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഫുള്ള് പൈസ പോകണം. ഇപ്പോൾ എത്രയോ സിനിമകൾ ഈ അടുത്ത് ഇറങ്ങിയാക്കണം അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മമ്മൂക്കായിട്ട് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള ഒരു നല്ലൊരു സിനിമ, അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് വരണം, ഇത് അങ്ങനത്തെ ഒരു ഡയറക്ടർ ആയിരിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും. പണ്ട് OTT-ക്കാർ ഒരുപാട് ധനം നമുക്ക് വെറുതെ തരുന്നത് പോലത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതായത് പടത്തിന്റെ ക്വാളിറ്റി ഒന്നും നോക്കാതെ കാശ് വാരി എറിഞ്ഞിരുന്ന ഒരു OTT നല്ല കാലമുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് OTT പ്ലാറ്റ്ഫോമുകൾ നമ്മളുടെ നിർമ്മാതാക്കളോട് കാണിക്കുന്ന ഒരു മനോഭാവം, അതുപോലെ മറ്റ് റവന്യൂ സ്ട്രീംസ് ഒക്കെ തന്നെ അവസാനിക്കാൻ ഉണ്ടായൊരു സാഹചര്യം എന്താണെന്നാണ് സാർ വിചാരിക്കുന്നത്? ഒന്ന്, കുറേ അധികം ഈ OTT-ക്കാർ മലയാള പ്രൊഡ്യൂസേഴ്സ് തന്നെ പറ്റിക്കപ്പെട്ടു. അതായത് 5 കോടിക്ക് എടുത്ത സിനിമ ആയിരിക്കുള്ളൂ. ഞാൻ ഇവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അവരെ കൺവിൻസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് 15 കോടിയായിരുന്നു. എന്നിട്ട് ഞാൻ അവരോട് ചോദിക്കണമെന്ന് പറഞ്ഞാൽ 10 കോടിയാണ്. അപ്പോൾ അവരായിട്ട് ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവരൊരു 9 കോടിക്ക് അവർ സിനിമ എടുക്കും. അപ്പോൾ ഞാൻ മുടക്കാക്കണത് 5 കോടിയാണ്. സിനിമയുടെ ക്വാളിറ്റിയും 5 കോടിയേ ഉള്ളൂ. ഇതെല്ലാം അതിലുള്ള ആർട്ടിസ്റ്റും 5 കോടിയിൽ നിൽക്കുന്നതാണ്. നാളെ തിയേറ്ററിൽ ആ സിനിമ വാഷ് ഔട്ടാവും. OTT-യിൽ വന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ കാണാനായിട്ടുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും. അപ്പോൾ അവർ മേടിച്ചാക്കണം എന്ന് പറഞ്ഞാൽ 9 കോടിക്ക് മേടിച്ചാക്കുന്ന സിനിമയാണ്. അവർ അതിൽ നിന്ന് വന്നാക്കണ റവന്യൂ ചിലപ്പോൾ 2 കോടിയോ 3 കോടിയായിരിക്കും. ഇത് സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്നു. അതായത് ഓവർ ബഡ്ജറ്റാണ് എല്ലാം പറഞ്ഞിട്ട് എല്ലാവരും അത് ചെന്ന് കഴിഞ്ഞിട്ട് ഡബിൾ. പിന്നെ
പല പല റിലേഷനുകളുണ്ട് ഇതിൽ തന്നെ ഉള്ള പല ആൾക്കാരായിട്ട് ബാക്കി കൂടെയുള്ള കാര്യം ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെ വന്ന് ഈ OTT നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും നമ്മളെപ്പോലെ സാധാരണക്കാരല്ല. അതിപ്പോൾ എല്ലാം എന്ന് പറഞ്ഞാൽ അത്ര കോർപ്പറേറ്റ് ലെവലിലുള്ള ആൾക്കാരും അവർ ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ആ ടൈപ്പ് ആൾക്കാരാണ്. അവർ ഈസി ആയിട്ട് കാര്യം മനസ്സിലാക്കി ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തട്ടിപ്പുണ്ട്, അത് ഒരു ക്വാളിറ്റി ഇല്ലാത്തതാണ്, ജനങ്ങൾ ഇത് ചെയ്യണില്ല. പിന്നെ മലയാള സിനിമകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലീസായി കഴിഞ്ഞാൽ രാവിലെ റിലീസാ വൈകുന്നേരം ആകുമ്പോൾ തന്നെ ടെലിഗ്രാം തുടങ്ങി 100 സാധനങ്ങളാണ്. നിങ്ങളൊരു ഹോളിവുഡ് സിനിമയാണെങ്കിൽ എത്ര സ്പീഡിൽ വരില്ല, ഇതൊന്നും വരില്ല. നമ്മുടെ സിനിമ എന്ന് പറഞ്ഞാൽ അത് കാണാനായിട്ടാണെങ്കിൽ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു റവന്യൂ നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ ഏത് OTT കൊടുത്താകുന്ന സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ എത്രയോ ചാനലുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഗൂഗിളിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ സംബന്ധിച്ച് വ്യൂവേഴ്സ് കുറഞ്ഞു വന്നു. വ്യൂയിങ്ങിന് അഗേൻസ്റ്റ് ആയിട്ടാണല്ലോ ഇവർക്ക് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇതിൽ പോയത്, ഇൻട്രസ്റ്റ് പോയത്. ഇപ്പോൾ കറക്റ്റായിട്ട് തിയേറ്ററിൽ ഓടി നല്ല രീതിയിലാണെങ്കിൽ അവരൊരു വില പറയും, നമ്മളല്ല വില പറയുന്നത്. ഇപ്പോൾ എൻ്റെ അറിവിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാള സിനിമ ഇനി അവർ ഡബിൾ ഡിജിറ്റിൽ ആരും എടുക്കില്ലെന്ന് ഓൾറെഡി തീരുമാനിച്ചെന്ന് പറയുന്നത്. അതായത് 10 കോടിക്ക് മേലെ ആരും എടുക്കണില്ല എന്നുള്ളത്. സാറ്റലൈറ്റ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ സാറ്റലൈറ്റ് TV കാണുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞു. ന്യൂസ് കാണുന്നുണ്ട്. മറ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൽ തന്നെ ബാക്കി ഇഷ്ടംപോലെ ഈ സാധനങ്ങളെല്ലാം അവൈലബിൾ. അപ്പോൾ അതുകൊണ്ട് TV കാണുന്ന ആൾക്കാരുടെ ഇത് കുറഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ് വരും പറയാമല്ലോ. അങ്ങനെ TV കാണുന്ന പറയുമ്പോൾ ഈ പരസ്യം കൊടുത്തിട്ടാണ് ഇതിൽ വന്നത്. ഇപ്പം നേരത്തെ ഒരു സിനിമ നല്ല സിനിമ റിലീസ് ആകാമെന്ന് പറഞ്ഞാൽ 20-25 പരസ്യങ്ങളൊക്കെ പോകുന്നത് കുറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ പരസ്യത്തിൽ നിന്നുള്ള അവരുടെ ഇത്, അല്ലാതെ TV കാണണമെങ്കിൽ അവർക്ക് വേറെ ഇതൊന്നുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതും കാര്യമില്ല. അതായത് ഇപ്പം എനിക്ക് ഒരു ചാനലൊക്കെയാണ് എടുക്കണം, അവരൊക്കെ ചോദിക്കണം എത്ര നല്ല ഇതാണെന്നുണ്ടെങ്കിൽ 2 കോടി 3 കോടി. എന്ന് വെച്ചാൽ ആരും ഇല്ലെന്ന് അറിയെടുക്കാനായിട്ട്. കോമ്പറ്റീഷൻ ഇല്ല. സിനിമകൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ എടുക്കാനായിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അവന് എന്ത് വേണമെങ്കിലും പറയാമല്ലോ, വേണ്ടെന്ന് പറയാം, അല്ലെന്നുണ്ടെങ്കിൽ പറയാം. ആ രീതിയിലായി. അപ്പോൾ ഇത് ഈ ഇതിൽ നിന്ന് മാറാനുള്ള സാധ്യത വളരെ കുറവ്. ഇങ്ങനെ തന്നെ പോകും. അതായത് നല്ല സിനിമകൾ ഇനി തിയേറ്ററിൽ വന്ന് വിജയിപ്പിക്കുക, ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഷോർട്ട് കട്ട് ഇല്ല. കേരള പ്രൊഡ്യൂസേഴ്സ് ഫിലിം അസോസിയേഷൻ ഈ അടുത്തൊരു കുറിപ്പിറക്കിയതിൽ പ്രധാനമായും പറയുന്നത് ആർട്ടിസ്റ്റുകളുടെ റെമ്യൂണറേഷൻ കുറയ്ക്കണം എന്നുള്ളതാണ്. എന്നാൽ മാത്രമാണ് ഇവിടെ ക്വാളിറ്റി പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റും കിട്ടണമെങ്കിൽ നടന്മാരും നടിമാരും അവരുടെ പ്രതിഫലം കുറയ്ക്കണം എന്നുള്ളതാണ്. സാറിന്റെ ഈ ഒരു കുറിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം എന്ത്? അല്ല, അത് ഇവരെന്താ ഞാനൊരു നേരത്തെ കൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇവർ നോക്കണത് തമിഴ്നാട്ടിലെ ഓരോ ആർട്ടിസ്റ്റുകൾ 100 കോടി 200 കോടി, പിന്നെ തെലുങ്കിലാണെങ്കിൽ ഇപ്പം തന്നെ അറിയാം 2000 കോടി മേടിച്ചാലും 300 കോടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് 6 കോടി മേടിച്ചു, അല്ലെങ്കിൽ 10 കോടി മേടിച്ചു എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. അവരുടെ ചിന്തകൾ കറക്റ്റാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരും ആർട്ടിസ്റ്റാണ്, ഇവരുടെ പുറകെ ആയിരക്കണക്കിന് ആൾക്കാർ ഇവരെ കാണാൻ നിൽപ്പുണ്ട്, എല്ലാ ഇതുണ്ട്. പക്ഷെ അവർക്ക് ഇത്രയും പൈസ കിട്ടണം, നമുക്ക് കിട്ടണില്ല. ജോലിയെല്ലാം സെയിം തന്നെയാണ്. ക്യാമറയുടെ മുന്നിൽ ഈ ഡയറക്ടർ പറയുന്ന കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത്, ക്യാരവനിലിരിക്കുന്നത്, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇവർ കാണാത്തൊരു കാര്യമുണ്ട്. ഇവർ കാണാത്തല്ല, ഇവർ കാണാത്ത കാര്യങ്ങളുണ്ടാവില്ല. ഈ പറയുന്ന ആർട്ടിസ്റ്റുകളുടെ ഒരു സിനിമ ഓവർസീസ് മേടിക്കുന്നത്, ദുബായിൽ മേടിക്കുന്നത് നമുക്കറിയാം, ചുരുങ്ങിയത് 40 കോടി 50 കോടിക്കാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 75-100 കോടിയായിരിക്കും അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നത്. ഇവിടെ തന്നെ ഒരുമാതിരി എല്ലാ സ്റ്റേറ്റുകളിലും ഈ സിനിമ ഭംഗിയായിട്ട് ഓടും. എത്ര ഇതാണെന്നുണ്ടെങ്കിലും കേരളത്തിൽ നിന്ന് ഇവരുടെയൊക്കെ സിനിമകൾ 10 കോടി 20 കോടി കളക്ട് ചെയ്യുന്നുണ്ട്. ഇത് മലയാള സിനിമ ഒരിക്കലും പോകാത്ത ജപ്പാൻ അല്ലെങ്കിൽ ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ഇവിടെ എല്ലായിടത്തും ആ സിനിമ ഓടുന്നുണ്ട്. അപ്പോൾ അതായത് വേൾഡിൽ നിന്ന് മൊത്തം ആ സിനിമ കിട്ടുന്നുണ്ട്. സാറ്റലൈറ്റിനാണെങ്കിൽ ഇവരുടെ സിനിമകൾക്ക് എപ്പോഴും ഡിമാൻഡാണ്. അത് മേടിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന 25, 35, 45 കോടിക്ക് മേടിക്കേണ്ട. അതായത് ബിസിനസ് ഇവർക്ക് 100 കോടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ അഗേൻസ്റ്റായിട്ട് ബിസിനസ് നടക്കുന്നുണ്ട്. മലയാളത്തിൽ എന്താ സംഭവിക്കുന്നത്? ഓവർസീസ് ഈ പറയുന്ന ഔട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതില്ല. ആകെ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്വാൻസ് ഒന്നും കിട്ടില്ല. പിന്നെ നമ്മളായിട്ടുള്ളൊരു നല്ല റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ മിനിമം ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു നല്ല സിനിമയാണ്, ഞാനൊരു 3 കോടി നിനക്ക് തന്നേക്കാം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രോഫിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ 70-30 അല്ലെങ്കിൽ 50-50 എന്ന് പറഞ്ഞിട്ട് എടുക്കും. ഇതാണ് മലയാള സിനിമ. മറ്റിടത്ത് 40 കോടി കിട്ടിയ സ്ഥിതിക്ക് സ്ഥലത്ത് നമുക്ക് ഇവിടെ കിട്ടണം 3 കോടിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ബിസിനസ്. പിന്നെ നമ്മുടെ അറിയാലോ, ഈ ഒരു സ്റ്റേറ്റിലും കാര്യമായിട്ടൊന്നും മലയാള സിനിമകൾ ഓടണില്ല. ഇപ്പോൾ ഈ പറയുന്ന മാർക്കോ പോലത്തെ സിനിമകൾ ഇപ്പോൾ വന്നതാണ്, അല്ലെങ്കിൽ കാര്യമായിട്ട് ഓടണില്ല. ഓവർസീസ് ഇല്ല, വേൾഡിൽ ഇങ്ങനത്തെ ബിസിനസ് ഇല്ല, OTT ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഇവർ ഈ പറയുന്ന പൈസ ചോദിച്ച് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയുടെ കോസ്റ്റ് കൂടും. ഈ പറയുന്ന കഴിഞ്ഞ വർഷം ഏതാണ്ട് 700 കോടി നഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ഇനി അതിൻ്റെ മേലോട്ട് പോകും. അപ്പോൾ ബിസിനസ് ബാക്കി എല്ലാ കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ആനുപാതികമായിട്ടുള്ളൊരു ശമ്പളമാണ് ഇവർ മേടിക്കേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ അധ്വാനം അവിടെ 100 കോടി ഞാൻ കിട്ടണം, ഇവിടെ അത് തമ്മിൽ കമ്പയർ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞിട്ട് കാശ് കിട്ടിയാലല്ലേ ഇത് ആ സർക്കിള് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അത് ഇവർ അസോസിയേഷൻ പറഞ്ഞത് 100% കറക്റ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് നമ്മളോട് ദേഷ്യകരമായിട്ട് കാര്യമില്ല, അതൊരു വാസ്തവമായ കാര്യമാണ്.